എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 ആണ്. ആദ്യം തന്നെ എന്താണ് ഡിവിസിബിലിറ്റി റൂൾ? ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഒരു ഹോൾ നമ്പറിനെ മറ്റൊരു ഹോൾ നമ്പർ കൊണ്ട് മുഴുവനായും ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ചില റൂൾസാണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത്. ഇതിനായി നമുക്ക് മുഴുവനായിട്ടും ആക്ച്വൽ ഡിവിഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പകരം പല ചെറിയ ചെറിയ ടെക്നിക്സുകളാണ് തരുന്നത്, ഡിവിസിബിലിറ്റി റൂൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 പറയുന്നത്? അഥവാ 11 കൊണ്ട് ഒരു നമ്പർ എപ്പോഴാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കുക? തന്നിരിക്കുന്ന നമ്പറിലെ ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നതും ഈവൺ പ്ലേസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നതിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ നമുക്ക് 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 169356. ഈ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം ആദ്യം കാണുക അല്ലേ? ഇവിടെ ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 1 + 9 + 5, അതായത് 15 അല്ലേ? ഇനി അടുത്തത് ഈവൺ പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മ് കാണുക. അതെത്രയാണ്? 6 + 3 + 6, അതായത് 15. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് സം ഓഫ് ദ ഡിജിറ്റ്സ് അറ്റ് ഓഡ് പ്ലേസസ് മൈനസ് സം ഓഫ് ദ ഡിജിറ്റ്സ് അറ്റ് ഈവൺ പ്ലേസസ്. അതെത്രയാണ് കിട്ടുന്നത്? 15 - 15, അതായത് 0 ആണ് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന നമ്പർ, അതായത് 169356 എന്ന് പറയുന്ന നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് 169356 എന്ന് പറയുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? ആ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. അതായത് 8 + 3 + 9 + 5 25 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഈവൺ പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മും നമ്മൾ കണ്ടുപിടിച്ചു. 0 + 0 + 3, അതായത് 3 ആണ് ഈവൺ പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മായിട്ട് കിട്ടുന്നത്. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25 - 3, അതായത് 22 എന്നാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം 22 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 11 ആണ് അല്ലേ? അതായത് 11 × 2 അല്ലേ 22. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ തന്നിരിക്കുന്ന ആക്ച്വൽ നമ്പർ, അതായത് 8030935 എന്ന് പറയുന്ന ഈ നമ്പർ 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 5432 എന്ന് പറയുന്ന നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് സം ഓഫ് ദി ഡിജിറ്റ്സ് അറ്റ് ഓഡ് പ്ലേസസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 + 3, അതായത് 8 അല്ലേ? ഇനി ഈവൺ പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം എത്രയാണ് വരുന്നത്? 4 + 2 6. അവ തമ്മിലുള്ള ഡിഫറൻസോ 8 - 6, അതായത് 2. 2 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ 11 കൊണ്ട്? അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ തന്നിരിക്കുന്ന നമ്പർ, അതായത് 5432 എന്ന് പറയുന്നത് 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആക്ച്വലി ഡിവിഷൻ ചെയ്യാതെ തന്നിരിക്കുന്ന ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഇനി ഇത് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ.